തിരുവനന്തപുരം സെൻട്രൽ സീറ്റിനായി കോൺഗ്രസിലും യു.ഡി.എഫിലും ചേരിതിരിഞ്ഞ് തർക്കം. പാർട്ടി സീറ്റ് സി.പി. ജോണിന് നൽകുമെന്ന് വി.ഡി. സതീശൻ. അതൃപ്തി അറിയിച്ച് കോൺഗ്രസ് നേതാക്കൾ. മത്സരിക്കാൻ ഉറച്ച മുൻമന്ത്രി വി.എസ്. ശിവകുമാറും കെ.സി.എ വിഭാഗം നേതാവ് മണക്കാട് സുരേഷും രംഗത്ത്. സോഷ്യൽ മീഡിയ വഴി സൈബർ ഗ്രൂപ്പുകൾ ചേരിതിരിഞ്ഞ് പോരാട്ടം തുടങ്ങി. CMB ജനറൽ സെക്രട്ടറി സി.പി. ജോണിന് തിരുവനന്തപുരം സെൻട്രൽ നൽകുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നൽകിയിരിക്കുന്ന ഉറപ്പ്. ജോണിനായി തിരുവനന്തപുരവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സരിച്ച നെന്മാറയ്ക്ക് പകരം കോഴിക്കോട്ടെ കുന്നമംഗലവും വേണമെന്നാണ് CMBയുടെ ആവശ്യം. ഇതിൽ തിരുവനന്തപുരം സെൻട്രൽ നൽകാമെന്ന് സതീശൻ ജോണിനെ അറിയിച്ചു. KPCC UDF നേതൃത്വത്തോട് ചർച്ച ചെയ്യാതെയാണ് ഈ ധാരണ. സ്ഥാനാർത്ഥി കുപ്പായമിട്ട സി.പി. ജോൺ ഇതിനകം രഹസ്യപ്രചരണവും തുടങ്ങി. പക്ഷേ സീറ്റ് വിട്ടുനൽകാനാകില്ലെന്ന ഉറച്ച നിലപാടിലാണ് തലസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ. കഴിഞ്ഞ 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലായി കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. വി.ഡി. സതീശന്റെ വ്യക്തി താൽപര്യത്തിനായി കോൺഗ്രസിന്റെ സീറ്റ് ജോണിന് നൽകാനാകില്ലെന്നാണ് പ്രധാന നേതാക്കളുടെ അഭിപ്രായം. മാത്രമല്ല, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തീരദേശ മേഖലയിൽ കോൺഗ്രസിന് മുന്നേറ്റമുണ്ടാക്കാനായെന്നും നേതാക്കൾ പറയുന്നു. മുൻമന്ത്രിയും കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ വി.എസ്. ശിവകുമാറും KPCC ജനറൽ സെക്രട്ടറിയും കെ.സി. വേണുഗോപാലിന്റെ വിശ്വസ്തനുമായ മണക്കാട് സുരേഷും പ്രതീക്ഷ അർപ്പിക്കുന്ന സീറ്റാണ് തിരുവനന്തപുരം സെൻട്രൽ. മാത്രമല്ല, KPCC വൈസ് പ്രസിഡന്റ് ടി. ശരത്ചന്ദ്ര പ്രസാദും മണ്ഡലത്തിൽ കണ്ണുവയ്ക്കുന്നുണ്ട്. ഇവരെ തടഞ്ഞ് ജോണിന് വഴിയൊരുക്കുക പ്രയാസമാകുമെന്നാണ് സൂചന. എന്നാൽ സോഷ്യൽ മീഡിയ വഴി സൈബർ ഗ്രൂപ്പുകൾ ചേരിതിരിഞ്ഞ് പോരാട്ടം തുടങ്ങി. 2011-ലും 2016-ലും വിജയിച്ച വി.എസ്. ശിവകുമാറിനായി ഒരു വിഭാഗവും സി.പി. ജോണിനായി മറുവിഭാഗവുമാണ് സൈബർ പോര് നടത്തുന്നത്. തീരദേശ മേഖലകളിലും ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിലും ശക്തമായ പിന്തുണയുണ്ടെന്നാണ് ശിവകുമാർ അനുകൂലികളുടെ വാദം. ഇതിന് മറുപടിയായി നേതാക്കളെ വ്യക്തിഹത്യ ചെയ്യുന്ന പോസ്റ്റുകളും കോൺഗ്രസ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നുണ്ട്. അതേസമയം കോൺഗ്രസിൽ പുതുമുഖങ്ങൾക്ക് അവസരം നൽകണമെന്ന ആവശ്യവും മണ്ഡലത്തിൽ ശക്തമാണ്. നിർവൻ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.